തിരുവനന്തപുരം മുതലപ്പുഴയിൽ കാണാതായ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണാൻതുറയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ഷിജിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെയാണ് മുതലപ്പുഴ അടിമുഖത്ത് ശക്തമായ തിരയിൽ വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത്. 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, ഈ മുതലപ്പുഴ അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല എങ്കിൽ പോലും ഈ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു അപകട മരണം സംഭവിക്കുന്നു. ഈ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് അവിടെ കൂടുതൽ തെരച്ചിലിനായി എത്തിയിട്ടുണ്ടോ? തെരച്ചിലിന് സഹായം തേടി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അതിന് പിന്നാലെ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും കോസ്റ്റൽ പോലീസും ചേർന്ന് അപ്പോൾ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയതാണ്. അങ്ങനെയാണ് വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ വളരെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഫ്രീമോന്റെ മൃതദേഹമാണ് രാവിലെ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീജിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ ഈ തെരച്ചിലും ദുഷ്കരമായി തന്നെയാണ് പുരോഗമിക്കുന്നത്. കാരണം ഈ കടലാക്രമണ ഭീഷണി അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മുതലപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഒരു അപകടം ഉണ്ടാകാത്ത തരത്തിൽ ഈ തെരച്ചിൽ തുടരുക എന്നതാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് മുമ്പിലുള്ള ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് നേവിയുടെ സഹായം ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ നേവിയുടെ സഹായം കൂടി ലഭ്യമായേക്കുമെന്ന് തന്നെയാണ് വിവരം. ഇന്നലെ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. കാരണം തെരച്ചിൽ നടത്താൻ വൈകുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഫ്രീമോന്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളായിട്ടുള്ള ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഒരു പ്രതിഷേധ സാഹചര്യമുണ്ട്. ഡാൻ, അവിടുത്തെ ഈ അപകടങ്ങളിലൊക്കെ എപ്പോഴും വലിയ തോതിൽ ചർച്ചയാകാറുള്ളതാണ്. ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഏതെങ്കിലും എതിർസ്വരങ്ങൾ അവിടെ ഉയരുന്നുണ്ടോ? എന്താണ് നാട്ടുകാരുടെ ഒരു പൊതുവികാരം? പ്രാദേശികമായി നേരത്തെയും മുതലപ്പുഴയിൽ അപകടങ്ങൾ പതിവാകുമ്പോൾ അതിൽ ഈ പുലിമുട്ട് നിർമ്മാണത്തിലെ അടക്കം അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ നേരത്തെയും ഉയർന്നതാണ്. കാരണം കടലാക്രമണത്തെ നേരിടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില അശാസ്ത്രീയതകളുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവിക ആഴം ഉണ്ടാകേണ്ട ഭാഗങ്ങളിൽ പോലും ഈ പുലിമുട്ടുകൾ നിറയുന്നതും മണ്ണടിയുന്നതുമൊക്കെ ഈ വള്ളങ്ങൾ മറിയുന്ന തരത്തിലേക്ക് തുടർച്ചയായി വള്ളങ്ങൾ മറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാണ് അന്ന് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെ അവിടെ മണൽ നീക്കുന്ന നടപടികളൊക്കെ നടന്നതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണ തോതിൽ ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലകളിൽ വീണ്ടും മഴക്കാലം എത്തുമ്പോൾ അപകടങ്ങൾ വീണ്ടും ഒരു തുടർച്ചയായി മാറുന്നത്. എന്തായാലും വൈകാരികമായ ഒരു പ്രതികരണങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും ശ്രീജിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. റൈറ്റ്, ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഷിജിത്തിനായുള്ള തെരച്ചിൽ അത് ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.